കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് ധനസഹായം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത്. 14 സംസ്ഥാനങ്ങളെയാണ് ഇപ്രാവശ്യം കേന്ദ്രം എടുത്തിരിക്കുന്നത്. അതിൽ കേരളം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യം തന്നെ എനിക്ക് തുറന്നു പറയാനുള്ളത്. എന്തായാലും ഈ 14 സംസ്ഥാനങ്ങളിൽ പല സംസ്ഥാനങ്ങൾക്കും നല്ല രീതിയിലുള്ള സംഭാവന ഈ പറയുന്ന കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളത്. അതിൽ ചില സംസ്ഥാനങ്ങൾ, അതും നമ്മുടെ കേരളവും കൂടി എല്ലാവരും കൂടി വാങ്ങിയിരിക്കുന്ന, ഏറ്റവും കൂടുതൽ പണം വാങ്ങിയിരിക്കുന്നവരും നമ്മുടെ കേരളവും കൂടി ചേർത്ത് ഞാൻ ആ ഒരു കണക്ക് ഞാനൊന്ന് ഓട്ടിച്ചു വായിക്കാം. മഹാരാഷ്ട്രയ്ക്ക് കിട്ടിയിരിക്കുന്നത് 1492 കോടി രൂപയാണ്. ആന്ധ്രയ്ക്ക് കിട്ടിയിരിക്കുന്നത് 1032 കോടിയാണ്. അസമിന് കിട്ടിയിരിക്കുന്നത് 716 കോടിയാണ്. ബീഹാറിന് കിട്ടിയിരിക്കുന്നത് 655 കോടിയാണ്. ഈ 14 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കിട്ടിയവരുടെ എണ്ണമാണ് ഞാൻ പറയുന്നത്. ഇനി ഈ 14 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവ് കിട്ടിയ ആർക്കാണെന്ന് നോക്കാം. കേരളത്തിന് കിട്ടിയിരിക്കുന്നത് സുഹൃത്തുക്കളെ 145.60 കോടിയാണ് കേരളത്തിന് കിട്ടിയിരിക്കുന്നത്. എന്തോ ഒരു അത്ഭുതമാണ്. 145 കോടി എന്ന് പറഞ്ഞാൽ കളിച്ച കാര്യമല്ല. മഹാരാഷ്ട്രയ്ക്ക് 1492, ആന്ധ്രയ്ക്ക് 1032 കോടി, ബീഹാറിന് 655 കോടി, അസമിന് 716 കോടി. അപ്പോൾ കേരളത്തിന് കിട്ടിയിരിക്കുന്നതാണ് ഏറ്റവും കുറവ്. നമ്മുടെ കേരളത്തിനെ പല തവണയായിട്ട് പല രീതിയിൽ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്ന ശൈലി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്രാവശ്യം അവഗണിച്ചതിന് ഈ വയനാട് ദുരന്തവും കൂടി മുൻനിർത്തി കണ്ടുകൊണ്ട് ഇവർ പ്രഖ്യാപിച്ച തുകയാണിത്. എന്തായാലും ഇതിൽ വേറൊരു വ്യത്യസ്തമാർന്ന കാര്യം ബീഹാറും ആന്ധ്രയുമാണ്. ബീഹാറിൽ നമുക്കറിയാം, അവിടെ വളരെ പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെയുള്ള നിതീഷ് കുമാർ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്തുണ പ്രഖ്യാപിച്ചത് NDA സഖ്യത്തിനാണ്. അതുകൊണ്ട് അവർക്ക് അവിടെ കുറച്ചധികം പണം കൊടുത്തിട്ടുണ്ട്. ആന്ധ്രയും അതേപോലെ തന്നെ 1032 കോടി രൂപ കിട്ടാൻ കാരണം ആന്ധ്രയും NDA സഖ്യത്തിനായിട്ട് വലിയ രീതിയിൽ ഒരു ഈ പറയുന്ന സഹായം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിനെ അവഗണിച്ച് അങ്ങ് കൊടുമുടിയിൽ എത്തിയതിന് ശേഷം എന്തിനോ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കുടുംബത്തിൽ നിന്ന് എടുത്ത് തരുന്നത് പോലെ 145.60 കോടി തന്നിരിക്കുകയാണ്. അത് എന്തിന് പറ്റും, എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിപ്പോൾ ഇവിടെ ഭരിക്കുന്ന CPM ആണെങ്കിൽ പോലും, ഇവിടെ ഭരിക്കുന്ന ഇനിയിപ്പോൾ UDF ആണെങ്കിൽ പോലും, കേന്ദ്ര സർക്കാർ BJP ആണ് ഭരിക്കുന്നതെങ്കിൽ ഇത് തന്നെയാണ് അവസ്ഥ എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു ധനസഹായം പ്രഖ്യാപിച്ചതിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം അവർ തമ്മിലുള്ള അന്തർധാര, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധങ്ങൾ ഇപ്പോൾ ദിനം പ്രതി ഇങ്ങനെ സജീവമായിട്ട് പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ്. എങ്കിലും സംസ്ഥാന സർക്കാരിനെ അവഗണിക്കും. കാരണം എന്തെന്നാൽ, എന്തായാലും മൂന്നാമതൊരു ഘട്ടത്തിലേക്ക് CPM എന്ന് പറയുന്ന പാർട്ടി പോകില്ല എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ CPM പാർട്ടിയെ അടുത്ത വരുന്നത് UDF ആണെന്നും എല്ലാവർക്കും അറിയാം. അപ്പോൾ കേരളം ഒരിക്കലും നമ്മുടെ ഈ പടുകുഴിയിൽ നിന്നും എണീക്കരുത് എന്നുള്ള താല്പര്യം ഉള്ളത് ഈ പറയുന്ന BJPക്ക്, കേന്ദ്രം ഭരിക്കുന്ന BJPക്കാണ്. അപ്പോൾ ഇങ്ങനെയാണ് കണക്കുകളുടെ ഒരു രീതി. 14 സംസ്ഥാനങ്ങളാണ്, അതിൽ താഴെ ഉള്ള സംഖ്യകളാണ് ഈ പറയുന്ന ബാക്കി സംസ്ഥാനങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാർ അകമഴിഞ്ഞ് സഹായിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇതാണ് സഹായിച്ച് അവഗണിച്ചു എന്ന് പറയുന്നത്. നമ്മുടെ തൃശ്ശൂരിൽ നിന്നൊരു കേന്ദ്രമന്ത്രി പോയല്ലേ, ആര് സുരേഷ് ഗോപി കണക്കൊക്കെ കണ്ടോ എന്തോ. ഇനിയിപ്പം കണക്ക് ചോദിക്കാൻ ചെല്ലുമ്പം പറയും, ഞാൻ കണക്ക് വീട്ടിൽ നിന്ന് വരുമ്പം കണക്ക് വീട്ടിലെ കാര്യം ചോദിച്ചാൽ മതി എന്ന് വേണമെങ്കിൽ പറഞ്ഞു കളയും. അങ്ങനത്തെ ഒരു ജന്തുവാണത്. എന്തായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം.